ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നമ്മൾ ഒക്ടോബർ മാസത്തിൽ പരിശുദ്ധ ജപമാല ആചരണം ഭക്തിപൂർവ്വം നടത്തുന്ന മാസത്തിലാണ്. ഇന്ന് പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ തിരുനാൾ സഭ ഔദ്യോഗികമായി ആചരിക്കുന്ന ദിവസമാണ്. പരിശുദ്ധ അമ്മ നമുക്ക് നൽകിയിരിക്കുന്ന സ്വർഗീയമായ ആയുധമാണ് ജപമാല. സ്വർഗീയ സംരക്ഷണത്തിൻ്റെ കോട്ടയാണ് ജപമാല. ദൈവിക രഹസ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഈശോയുടെ ജീവിത മരണ ഉത്ഥാനങ്ങളിലേക്ക് നമുക്ക് പ്രാർത്ഥനാപൂർവം കടന്നു ചെല്ലാനുള്ള കുറുക്കുവഴിയാണ് ജപമാല. ഈ ജപമാല ചൊല്ലി നമ്മളെ ജപമാല രാജ്ഞി പരിശുദ്ധ അമ്മ എപ്പോഴും സംരക്ഷിക്കട്ടെ എന്ന് ഈ തിരുനാൾ ദിവസത്തിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 11 അധ്യായം 17 വാക്യം. അവരുടെ വിചാരങ്ങൾ അറിഞ്ഞുകൊണ്ട് ഈശോ പറഞ്ഞു, അന്തഛിദ്രമുള്ള രാജ്യം നശിച്ചു പോകും, അന്തഛിദ്രമുള്ള ഭവനവും വീണുപോകും. ഏതൊരു കാര്യത്തിനും ഏതൊരു സംവിധാനത്തിനും ഉള്ളിൽ നിന്ന് എതിർചിന്തകളും പ്രവർത്തനങ്ങളും ഉണ്ടാകുമ്പോഴാണ് അത് എളുപ്പത്തിൽ തകരുന്നത് എന്ന് നമുക്കറിയാം. ഒരു രാജ്യത്തായാലും ആഭ്യന്തര പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാകുമ്പോൾ അത് ആ രാജ്യത്തിൻ്റെ കെട്ടുറപ്പിനെ തന്നെ ബാധിക്കുന്നത് നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുമുണ്ട്. ഇവിടെ ഈശോ പറയുന്നു, പിശാചിൻ്റെ രാജ്യത്തിന് തന്നെ എതിരായി പ്രവർത്തിച്ചാൽ അത് എളുപ്പത്തിൽ വീണു പോകും. ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാറുണ്ട്, Nothing can destroy iron, but its own rust can. ഇരുമ്പിനെ നശിപ്പിക്കാൻ ഒന്നിനും പറ്റില്ല, കാരണം അത് അതുപോലെ ബലമുള്ളതാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന തുരുമ്പ് അതിനെ നശിപ്പിക്കും. Nothing can destroy iron, but its own rust can. പിശാചിനെ പുറത്താക്കുന്ന അത്ഭുതം നേരിട്ട് കണ്ടിട്ടും ഈശോയിലെ ദൈവത്വത്തെ അംഗീകരിക്കാൻ യഹൂദജനവും ജനപ്രമാണികളും തയ്യാറാകുന്നില്ല. അവർ ഈശോയോട് വീണ്ടും അത്ഭുതം ചെയ്യാനായി ആവശ്യപ്പെടുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ഉള്ളിൽ ഉള്ള ആ പ്രധാന കാര്യമായ ദൈവത്തെ, ആ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെ സംശയിക്കുമ്പോൾ, ദൈവത്തെ അംഗീകരിക്കാതിരിക്കുമ്പോൾ, ദൈവത്തെ നമ്മളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യമാക്കി പുറത്തേക്ക് മാറ്റി നിർത്തുമ്പോൾ നമ്മൾ നമ്മളെ തന്നെയാണ് നശിപ്പിക്കുന്നത്. ദൈവം നമ്മളുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ സ്വാഭാവികമായ രീതി. പക്ഷെ അതിനെ സംശയിക്കുമ്പോൾ, ദൈവം വേണ്ട, ദൈവമില്ല, ദൈവത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ നമ്മളിൽ നിന്ന് അകറ്റി നിർത്താൻ ശ്രമിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെയാണ് നശിപ്പിക്കുന്നതും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതും നമുക്കറിയാം. ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കാൻ, ആഴത്തിൽ വിശ്വസിക്കാൻ, ഞാനെപ്പോഴും ദൈവത്തോടു കൂടെയാണെന്നും ദൈവം എപ്പോഴും എന്നോടുകൂടെയാണെന്നുമുള്ള വലിയ ബോധ്യം ഉള്ളിൽ കൊണ്ട് നടക്കാനായിട്ട് പരിശ്രമിക്കട്ടെ. അങ്ങനെ നമ്മുടെ ആത്മീയ രാജ്യം അനുദിനം ശക്തി പ്രാപിക്കുകയും ഒരിക്കലും തകരാതിരിക്കുകയും ചെയ്യട്ടെ. ആമേൻ.